ഇവിടെ വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ഒരു ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചൂടോടുകൂടി തന്നെയാണ് അതിനെ ടാബിലേക്ക് മാറ്റുന്നത്. ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറന്നുപോകല്ലേ. നമസ്കാരം. ഇന്ന് ROVER ഉള്ളത് ഒരു ബ്രെഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിൽ പിണറായിൽ പന്തക്കപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഭാരത് എന്നാണ് ബ്രാൻഡ് നെയിം വരുന്നത്. ഇവിടെ മാത്രമല്ല വേറെ ബ്രാഞ്ചസ് വരുന്നുണ്ട് ഭാരതിന്. എങ്ങനെയാണ് ഒരു ബ്രെഡ് നിർമ്മിച്ചിട്ട് നമ്മളെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. വൈകിക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ വെച്ചാണ് ഭാരത് ബ്രെഡിന്റെ ആദ്യത്തെ, അതായത് ബ്രെഡ് നിർമ്മിക്കുന്ന ആദ്യത്തെ പ്രോസസ്സിംഗ് പരിപാടി ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ മിക്സിംഗ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. മിക്സർ വെച്ചിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ള പരിപാടി നമ്മൾ ആദ്യം കാണുന്നത്. ആ ഒരു വൺ ടൈം ഒരു സമയത്തേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതിൽ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കിലോ മൈദ, അതേപോലെ തന്നെ പഞ്ചസാര, ഡാൽഡ, പാൽപ്പൊടി, ഈസ്റ്റ്, വാനില പൗഡർ, അതേപോലെ തന്നെ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ടാണ് ആദ്യത്തെ ഒരു മിക്സിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നത്. ആ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു ടൈമാണ് ഞാൻ പറയുന്നത്. ഒരു ദിവസം ഇങ്ങനെ പല സമയത്തായിട്ട് അടുത്തൊരു ബ്രെഡ് അതിൽ നിന്ന് ഓവനിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് അടുത്ത മിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അത് പല തവണയായിട്ട് ഒരു ദിവസം ഇവിടെ മിക്സിങ് നടക്കുന്നുണ്ട്. അതൊരു 2 മിനിറ്റ്, ആദ്യത്തെ ഒരു 2 മിനിറ്റ് വളരെ മെല്ലെയാണ് അത് ആ മിക്സ് ചെയ്തെടുക്കുന്നത്, കറങ്ങി വരുന്നത്. ആ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു 11 മിനിറ്റ് പിന്നെ കറങ്ങുന്നത് കുറച്ച് നല്ല സ്പീഡിലായിരിക്കും. ഇങ്ങനെ ടോട്ടൽ ഒരു 13 മിനിറ്റ് എടുത്തിട്ടാണ് ആ മിക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നത്. ആ മിക്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു 25 മിനിറ്റ് കൊണ്ട് ഇതിനെ മോൾഡ് ചെയ്ത് അച്ചിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ട്രേയിലേക്ക് മാറ്റും. ട്രേയിലേക്ക് മാറ്റുന്ന ഏകദേശം നമ്മളൊരു ബ്രെഡിൻ്റെ രൂപം കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രേ ആണ് വരുന്നത്. ആ ട്രേയിലേക്ക് മാറ്റുന്നുള്ള ഒരു പ്രോസസ്സാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്ത് ഏകദേശം ഒരു ബ്രെഡിൻ്റെ നീളത്തിലേക്കാണ് അതിനെ ഈ മോൾഡ് ചെയ്തിട്ട് ഈ പറയുന്ന ട്രേയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ മാറ്റുന്നത് ഒരു ട്രോളിയിലേക്കാണ്, ഒരു വീൽ ട്രോളിയിലേക്കാണ് ഇതിനെ മാറ്റുന്നത്. വീൽ ട്രോളിയിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അവിടെ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഇതൊന്ന് പൊങ്ങി വരണം. ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ, ചിലത് 3 മണിക്കൂർ. കാലാവസ്ഥ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇതൊന്ന് പൊങ്ങിയിട്ട് നമ്മൾ ട്രേയുടെ മേൽഭാഗം വരെ എത്തുന്ന രീതിയിലായാൽ മാത്രമേ ഇതിനെ ഓവനിലേക്ക് മാറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു വെയിറ്റിംഗ് സമയം എടുക്കുന്നത്. നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയാണെങ്കിലോ, ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു ചിലപ്പം 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറിനുള്ളിലൊക്കെ ഏകദേശം ഈ പറയുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഈ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അത് ഓവനിലേക്ക് ഇതിനെ മാറ്റുന്നത്. ഇതിനെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് മാറ്റുകയാണ്. ഓവനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 180 ഡിഗ്രി ചൂടിലാണ് ഓവൻ പ്രവർത്തിക്കേണ്ടത്. ഓവനിലേക്ക് മാറ്റി 40 മിനിറ്റ് ഓവനിൽ നിൽക്കണം. ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഒന്ന് ബേക്കായി നല്ല രീതിയിൽ ഒരു ബ്രെഡായിട്ട് ആകുമ്പോഴത്തേക്ക് തന്നെ അതിലൊരു അലാറം വരും. അലാറം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സമയം കൊണ്ട് 40 മിനിറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ വെച്ച് കറങ്ങുകയാണ് ചെയ്യുക. ഈ ട്രോളി നമ്മൾ ഉള്ളിലേക്ക് വീൽ ട്രോളി ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് ഒരു ചൂടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഒരു വലിയൊരു ഓവൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 264 ബ്രെഡാണ് ഒരു സമയം ഓവന് ഇതേപോലെ ബേക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ഈ പറയുന്ന 40 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേക്കായി പുറത്തേക്ക് വരും. വന്നതിന് ശേഷം പിന്നെ ഇതിനെ ഒരു ടാബിളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല ചൂടുണ്ടാവും. ആ ചൂടോടുകൂടി തന്നെയാണ് അതിനെ ടാബിളിലേക്ക് മാറ്റുന്നത്. ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ കൂള് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ നമ്മൾ അടുത്തതിന് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ സ്ലൈസ് ചെയ്തെടുക്കുക, അതായത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്ലൈസ് ചെയ്ത ബ്രെഡൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്ലൈസ് ചെയ്യാണ്ടും ഉപയോഗിക്കുന്നുണ്ട്. സ്ലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഒരു 4 മണിക്കൂർ അതിന് കൂള് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ആ കൂള് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഈ ഒരു റാക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഇങ്ങനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റാക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒത്തിരി ബ്രെഡ് ഉണ്ടാവും, ഒരു സമയം തന്നെ ഒത്തിരി ബ്രെഡ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ടൈമിന് ഓവനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് 264 ബ്രെഡാണ് ഒരു സമയത്ത് വരുന്നത്. അത് ഈ ഒരു പല തവണയായിട്ട് ഒരു ദിവസം ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു 4 മണിക്കൂർ ഇതേപോലെ വെച്ചതിന് ശേഷം കൂൾ ചെയ്തതിന് ശേഷം സ്ലൈസറിലേക്ക് പിന്നെ മാറ്റുന്നത്. സ്ലൈസർ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് സ്ലൈസറിലേക്ക് ഈ ബ്രെഡ് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക. ഇത് മെല്ലെ, വളരെ സ്ലോയിലാണ് അത് പ്രവർത്തിക്കുന്നത്. മെല്ലെ അടുത്തൊരു ഭാഗത്തേക്ക് എത്തി കട്ട് ചെയ്തിട്ട്, എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പാക്കിംഗ് എന്നുള്ള ഒരു സിസ്റ്റം മാത്രമേ വരുന്നുള്ളൂ. മാനുവലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് പാക്ക് ചെയ്തതിന് ശേഷം അതിന് ഓരോ ബ്രാൻഡ്, എന്താ പറയുക, ഓരോ സൈസിൽ ഫാമിലി ബ്രെഡ് ഉണ്ട്, പല രീതിയിലുള്ള ബ്രെഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്തിട്ട്
പുറത്തേക്ക് നമ്മളെ കയ്യിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതിൽ ബ്രെഡ് മാത്രമല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്, ബണ്ണ് ചെയ്യുന്നുണ്ട്, ക്രീം ബണ്ണ്, റസ്ക്, ടീ കേക്ക്, കപ്പ് കേക്ക്, മസാല ബണ്ണ്, അതേപോലെ തന്നെ മിക്സ്ചർ, മുറുക്ക്, അങ്ങനെ പല രീതിയിലുള്ള പ്രോഡക്റ്റുകൾ ഇവിടുന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ബണ്ണ് തയ്യാറാക്കുന്നതിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതയിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണോ നമ്മൾ ബ്രെഡ് തയ്യാറാക്കുന്ന കണ്ട സെയിം സിസ്റ്റം തന്നെയാണ് ബണ്ണ് ചെയ്തെടുക്കുന്നതും. പക്ഷേ ആ ഒരു മിക്സിങ്ങിലൊക്കെ ചെറിയൊരു മാറ്റങ്ങളാണ് അതിൽ വരുന്നത്, മെയിനായിട്ട് വരുന്നത്. ഏലക്കായ പൊടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മധുരം കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബ്രെഡ് നമ്മൾ കണ്ടത് 40 മിനിറ്റാണ് ഓവനിൽ വെച്ചതെങ്കിൽ ഇവിടെ ഒരു 17 മിനിറ്റ് വെച്ചാൽ മതി. 17 മിനിറ്റ് കൊണ്ട് തന്നെ ബണ്ണ് റെഡിയായിട്ട് പുറത്തേക്ക് വരും. പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മുട്ട ചേർക്കുന്നില്ല. ബണ്ണിൽ സാധാരണ നമ്മൾ കേട്ടതും കണ്ടതൊക്കെ അങ്ങനെയാണ്, മുട്ട ചേർത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പം പ്രത്യേകിച്ചിട്ട് ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് സ്വാമിമാർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാമെന്ന് തന്നെയാണ് ഭാരത് എന്ന് പറയുന്നത്, മുട്ട ആഡ് ചെയ്യാത്തതുകൊണ്ട്. ഇവിടെ വന്നപ്പോൾ കണ്ടതിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതായത് കപ്പ് കേക്ക് തയ്യാറാക്കുന്ന ഒരു സിസ്റ്റം. കപ്പ് കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാൻ ഓവനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 മിനിറ്റ് കൊണ്ട് കേട്ടോ, 12 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് തയ്യാറായിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഈ ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഓവനിലേക്ക് മാറ്റുന്നത്. ഇവിടെ ഈ ഒരു 2 ഷിഫ്റ്റായിട്ടാണ് ഇത് കേട്ടോ നടക്കുന്നത്. ഭാരതത്തിൽ 2 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഷിഫ്റ്റ് വരുമ്പോഴത്തേക്ക്, കാരണം ഓരോ ഷിഫ്റ്റിലും ഇത്ര വെച്ചിട്ട് ഓരോന്ന് ചെയ്ത് തീർക്കണമെന്നുണ്ട്. അതിന് കൃത്യമായിട്ട് അത്രയും വളരെ സ്പീഡായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചത് റസ്കിൻ്റെതായ രൂപത്തിൽ കൊടുത്തിട്ട് ഓവനിലേക്ക് കൊടുത്തിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റസ്കായി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ശരിയായ രൂപം കാണുന്നത്. ബ്രെഡ് പോലെ തന്നെയാണ് ആദ്യം അതിന് ഓവനിൽ വെച്ചെടുക്കുന്നത്. ഒരു ഫസ്റ്റ് ടൈമിൽ ഓവനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രെഡ് രൂപത്തിലാണ് പുറത്തേക്ക് വരിക, സോഫ്റ്റ് ആയിരിക്കും. അതിനുശേഷം അത് കൂടാതിന് ശേഷം കട്ട് ചെയ്ത് കറക്റ്റ് അത് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് റസ്കിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് സെക്കൻഡ് ടൈം ഒരു തവണയും കൂടി അത് ഓവനിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ക്രിസ്പി രൂപത്തിൽ കിട്ടുള്ളൂ. അത് ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ടീ കേക്ക് ചെയ്തെടുക്കുന്ന ഒരുവിധം എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരിക്കലും ടീ കേക്കിൻ്റെ സൈസിലല്ല അത് ഓവനിൽ വെച്ച് എടുക്കുന്നത്. ഒരു വലിയൊരു ട്രേയിൽ എടുത്തിട്ട് അത് ഓവനിൽ വെച്ച് തിരിച്ചെടുത്തതിന് ശേഷം അത് മാനുവലി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കട്ട് ചെയ്തിട്ട് അത് മാനുവലി തന്നെ പാക്ക് ചെയ്തിട്ടാണ് നമ്മളെ കയ്യിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, അതും ഭാരതിൽ നിന്ന് പുറത്തേക്ക് പ്രൊഡക്ഷൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മാവേലി എന്നുള്ള പേരിലാണ് അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 18 വർഷം മുന്നേ തുടങ്ങിയതാണ് പുട്ടുപൊടി നിർമ്മാണം. അതേപോലെ കഴിഞ്ഞ 4 വർഷം മുന്നെയാണ് പത്തിരിപ്പൊടി നിർമ്മാണം ഭാരത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഭാരത് ബ്രെഡ് സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂർ ജില്ലയിൽ പിണറായിലാണെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൊല്ലത്തൊരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മലപ്പുറത്ത് കോട്ടക്കലിലും ഒരു യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടക്കലിലെ യൂണിറ്റിലെ ആ ഒരു ബ്രെഡിന്റെ പേര് വരുന്നത് A1 ബ്രെഡ് എന്ന പേരിലാണ് അവിടെ ഈ ഒരു മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ബ്രെഡ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കോഴിക്കോട് ഒരു 3 മാസം മുന്നേ ആയിട്ട് കോഴിക്കോടും ഈ ഒരു കമ്പനിയുടെ ഒരു യൂണിറ്റ് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന 4 ബ്രാഞ്ചിലായിട്ട് 4 യൂണിറ്റിൽ കമ്പനിയിലായിട്ട് 100ഓളം ആളുകൾ ഇന്ന് ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പം മുതലേ നമ്മൾ ഈ ബ്രെഡ് കമ്പനി വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ഒരു 9 കൊല്ലം പോലെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടുന്ന് അങ്ങനെ രാത്രി പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യും, പകൽ സ്കൂളിൽ പോകും. അങ്ങനെ 2-3 വർഷം അങ്ങനെ നടന്നു. പിന്നെ സൈഡായിട്ട് ഉൾനാടൻ പ്രദേശങ്ങളിലെല്ലാം സൈക്കിളിലും പിന്നെ തലയിൽ വെച്ചിട്ടും കൊണ്ടുപോയി. അങ്ങനെ ഒരു ചെറിയ പഴയ സൈക്കിൾ വാങ്ങി. പിന്നെ അതുകൂടെ ഒരു ആളെയും കൂടെ വെച്ച് രണ്ടാമതൊരു സൈക്കിൾ വാങ്ങി. അങ്ങനെ ഒരു 3-4 കൊല്ലം പോയി. പിന്നെ ഒരു ഓട്ടോറിക്ഷ വാങ്ങി. അങ്ങനെ ഒരു 9 കൊല്ലം കാലം മറ്റു വേറെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് നല്ല ഭാരത് ബ്രെഡ് എന്നുള്ള ഒരു പേരിൽ ഇങ്ങനെയൊരു സ്ഥാപനം ചെയ്തു. അവിടുന്ന് ഇപ്പം ഇങ്ങനെ വളർന്ന ഒരു 4 യൂണിറ്റിലാണ് എനിക്കിപ്പം വർക്ക് ചെയ്യുന്നത്. ഇന്ന് പിണറായിൽ കാര്യമായിട്ട് മെയിനായിട്ട്. രണ്ടാമത് മലപ്പുറത്ത് കോട്ടക്കല്ലുണ്ട്, ഇയാടെ A1 ബ്രെഡ് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കൊല്ലത്ത് ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 4ാമത് കോഴിക്കോട് ഒരു 3 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 90-100 ജോലിക്കാർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കൂടെ ജോലി ചെയ്യുന്നുണ്ട്. ക്വാളിറ്റിയിൽ യാതൊരു വിധത്തിൽ വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബ്രെഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാർ ഇന്ന് വാങ്ങിക്കൂല. അപ്പോൾ അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്തായാലും. അതുകൊണ്ടാണ് നമുക്ക് 29-30 വർഷമായിട്ടും നമ്മളെ ഈ സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ കസ്റ്റമർ സാധനം വാങ്ങിക്കാനും അതിന് ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വളർന്നു വന്നത്. ഇത്രയാണ് ഭാരതത്തിലെ വിശേഷങ്ങൾ. കണ്ടല്ലോ നിങ്ങൾ എങ്ങനെയാണ് ബ്രെഡ് പുറത്തേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ.
നിങ്ങൾക്കും ഈ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അത് ബ്രെഡ് ആയിക്കോട്ടെ, റസ്ക് ആയിക്കോട്ടെ, ബൺ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കാം, സംസാരിക്കാം. ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.